Hi all, welcome back. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു മുറുക്കിന്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണിത്. അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മുറുക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ സ്റ്റൗ കത്തിച്ചിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഉഴുന്നുപരിപ്പ് ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതി, ഇനി വെച്ചാൽ കരിഞ്ഞു പോവും. അപ്പോൾ നന്നായിട്ട് തന്നെ വറവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇനി മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നല്ല നൈസായിട്ടുള്ള പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് 1 ഗ്ലാസ് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഉഴുന്നുപരിപ്പ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കറുത്ത എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് 1/2 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചൊരു കളറും ഉണ്ടാവും നമ്മുടെ മുറുക്കിന്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത് ഏത് ഓയിലായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ യോജിപ്പിച്ചെടുക്കുക. ഓയിലൊക്കെ എല്ലാ ഭാഗത്തും പൊടിയിലൊന്നായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ പൊടി എടുത്ത ആ ഒരു ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കേണ്ട. അപ്പോൾ ആദ്യം ഒരു 1/2 ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നോക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം കൂടി പോവരുത്. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. കായപ്പൊടി കൂടി പോവരുത് കേട്ടോ, ഒരു നുള്ള് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ ഇത് 1 ഗ്ലാസ് ആയിരുന്നു ഞാൻ എടുത്തിട്ടുള്ളത്. ഇത്രയും വെള്ളമാണ് കേട്ടോ ഇതിൽ ബാക്കിയായിട്ടുള്ളത്. 3/4 ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് നമ്മളിത് കുഴച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു അച്ചാണ് നമ്മൾ മുറുക്കുണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മാവ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെക്കാം. ഇനി ഞാനിവിടെ ഇതുപോലെ വാഴയില എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കാം. അടുത്തടുത്ത് വേണം കേട്ടോ ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കാൻ. നല്ല ഷേപ്പിൽ തന്നെ ചുറ്റിച്ച് കൊടുക്കുക. ഇതുപോലെ വാഴയിലയിലോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറിലോ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് കയ്യിലേക്ക് പെട്ടെന്ന് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വാഴയിലയിലാവുമ്പോൾ ഈസി ആയിട്ട് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം മുറുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ട എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇലയിൽ നിന്ന് കയ്യിലേക്ക് ഒന്നങ്ങ് തട്ടി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നേരെ എണ്ണയിലേക്ക് പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കാം. ഇലയിൽ നിന്ന് എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് പതുക്കെ വേണം എടുക്കാൻ, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. അപ്പോൾ നമുക്കിതൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പിന്നെ ഇത് മൊരിഞ്ഞ് വരാതെ പെട്ടെന്ന് തന്നെ കളറൊക്കെ മാറിപ്പോവും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി.
പിന്നെ ഇതിട്ട് കൊടുത്ത ഉടനെ തന്നെ മറിച്ചിട്ട് കൊടുക്കരുത് കേട്ടോ. ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം മറിച്ചിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുറുക്ക് ഇവിടെ നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ട് നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പാകത്തെ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഒരു ബാച്ച് റെഡിയായി വരുന്ന സമയം കൊണ്ട്, പൊരിഞ്ഞ് വരുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്തിടാനുള്ള ബാച്ചും കൂടെ ചുറ്റിച്ച് വെക്കാം ഇലയിൽ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മുറുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ നമ്മളിവിടെ മുറുക്കെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്കാണിത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നുറുക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.